ആരാ എവിടുന്നാ? പ്രൊഫസർ ചക്രവാണി. ഭൂതം ഭാവി വർത്തമാനത്തിന്റെ അതെ. പ്രതിഷ്ഠ ഇവിടെ ഒരു 4 days 3 ദിവസം കഴിഞ്ഞു വരും. എനിക്ക് അടിയന്തരമായിട്ട് ഒരു കാര്യം പറയാനുണ്ടായി. അയ്യോ, ആരുടെ അടിയന്തരമായിരുന്നാലും അദ്ദേഹം ഇവിടെ ഇല്ല. ഒരു ആധ്യാത്മിക പര്യടനത്തിലാണ്. പേരും മേൽവിലാസവും ഉണ്ടെങ്കിൽ തരൂ, പ്രൊഫസർ വരുമ്പോ ഞാൻ വിവരം പറയാം. അയ്യോ, പ്രൊഫസർ അല്ലേ? അല്ല, അത് ലെക്ചറാ. അത് പ്രൊഫസറാ? അല്ല, ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതാ. നഗ്നനേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. ദയവേത് ഇപ്പോൾ തന്നെ പ്രൊഫസറെ കാണാൻ എന്നെ ഒന്ന് അനുവദിക്കണം. അത് പ്രൊഫസറാണെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഒന്ന് ഞാൻ സമ്മതിക്കും, നിങ്ങൾ കണ്ടത് പ്രൊഫസർ ചക്രവാണിയെ തന്നെയാണ്. പക്ഷേ ആത്മാവില്ലാത്ത ശരീരം ജഡമാണെന്നറിയുക. നിങ്ങൾ പ്രൊഫസറുടെ ഭൗതിക ശരീരത്തെയാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ ആത്മാവ് അങ്ങ് കാശിയിലോ പൂഞ്ഞാറ്റിലോ ബദരീനാഥത്തിലോ ആയിരിക്കും. ആത്മാവ് അവിടെ നിന്ന് എത്താൻ 3 ദിവസമാകും. അതുകൊണ്ടാണ് 3 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞത്. മേൽവിലാസം തന്നിട്ട് പൊയ്ക്കോളൂ. KP ശങ്കുണ്ണിപ്പിള്ള, കോൺട്രാക്ടർ, കാവനാട് PO. ശരി, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിച്ച് ധൈര്യമായിട്ട് വരൂ. KP ശങ്കുണ്ണിപ്പിള്ള, കോൺട്രാക്ടർ, കാവനാട് PO. അണ്ണോ, അണ്ണങ്കുരോ. കണ്ണ് തുറക്കും മുൻപ് വരും, വരാതിരിക്കില്ല. അപ്പൊ പറഞ്ഞതുപോലെ ശങ്കുണ്ണിപ്പിള്ളയുടെ എല്ലാ വിവരം അറിഞ്ഞുകൊണ്ട് വന്ന് എന്നോട് പറയണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഏറ്റോ? ആ. എന്റെ കല്ലേയോ കാലേ, ഇവിടെ എവിടെ പോയത്? വെല്ലും ബ്രേക്കില്ലാതാണോ ഉന്തുവണ്ടി കൊണ്ട് നടക്കുന്നത്? സിസ്റ്ററെ, പെങ്ങളെ, കൊടപ്പെങ്ങളെ, പെങ്ങളെ ചേട്ടാ, ഇവിടെ താമസിക്കുന്ന ശങ്കുണ്ണിപ്പിള്ളയെ കുറിച്ച് വല്ലതും അറിയോ? അറിയാവല്ലോ. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ചില വിവരങ്ങൾ അറിയാനുണ്ട്. എന്താ അറിയണ്ടേ?
താങ്ക് ഗോഡ്. ഇനി കുട്ടിയുടെ കണ്ണിന് യാതൊരു അസുഖങ്ങളും ഉണ്ടാവില്ല. വിഷ് യു ആൾ ദി ബെസ്റ്റ്. 2 ദിവസം കൂടെ ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്താൽ മതി. ഞാൻ വരട്ടെ. വരുമെന്നറിയായിരുന്നു. ഞാൻ സ്വല്പം താമസിച്ചു പോയി. എന്താ പേര്? പേര് പേര് രാമു എന്ന് വിളിച്ചാൽ മതി. ഞാൻ വിളി കേൾക്കും. വേറെന്തേലും പേരുണ്ടോ? ആര് പറഞ്ഞു? ഉണ്ടോ? മുഴുവൻ പേര് രാമകൃഷ്ണപിള്ള. അച്ഛനിട്ട പേരാ, അപ്പൂപ്പന്റെ ഓർമ്മയ്ക്കായിട്ട്. കുട്ടി എന്നെ രാമു എന്നോ രാമേട്ട എന്നോ ഡോക്ടർ എന്നോ വിളിച്ചാൽ മതി. വേറെ ആരെങ്കിലും എന്നെ അന്വേഷിച്ച് വന്നായിരുന്നോ? പിന്നെ അച്ചു എന്നൊരാൾ വന്ന് എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചിട്ട് പോയി. പിന്നെ ഞാൻ നാളെ വരാം. കുട്ടിക്ക് കാഴ്ച കിട്ടിയിട്ട് ഇനി പലതും കാണാനില്ല. ഞാൻ കൊണ്ടുപോയി കാണിക്കാം. ആ, റൗണ്ട്സിന് പോകാൻ സമയമായി. ഞാൻ പോയിട്ട് വരാം. എന്തേ ശ്രീയേട്ട വരാഞ്ഞത്? ശ്രീയേട്ടൻ വന്നിട്ടില്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കണ്ണു തുറക്കുകയില്ലായിരുന്നു. പറ്റിച്ചു തന്നെയില്ലേ? ഇനി വന്നാലും ഞാൻ മിണ്ടില്ല. എന്നാ ശങ്കുണ്ണി മുതലാളി വിവാഹിതനായത്? 1969 ഫെബ്രുവരി 13 ആദ്യത്തെ കുഞ്ഞ് ജനിച്ചത് 2 മാസമല്ലേ ആയുള്ളൂ. തന്റെ കുഞ്ഞല്ലടോ, ശങ്കുണ്ണി മുതലാളിയുടെ കുഞ്ഞ്. 1971 മെയ് 14 മൂലത്തിൽ മൂല നക്ഷത്രത്തിൽ. കുഞ്ഞിന്റെ പേര് വിക്രാന്ത്. ഏ? വിക്രാന്ത്. അണ്ണാൻ കട്ട വികാസ്. വികാസ് വികാസ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തുമാത്രം ത്യാഗം സഹിച്ചിട്ടാണെന്ന് അറിയാമോ ശങ്കുണ്ണി മുതലാളിയുടെ ഡയറി ഞാൻ തപ്പിക്കൊണ്ട് വന്നത്? അയാൾ ഇപ്പൊ വരും. തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതിനകത്തുള്ളതെല്ലാം കാണാപ്പാടം പഠിക്കണമെന്ന്? കുറച്ചു വായിച്ചപ്പോ ഉറങ്ങിപ്പോയി. എടോ, ചെയ്യുന്ന തൊഴിലിനോട് അല്പമെങ്കിലും ആത്മാർത്ഥ വേണം. പറഞ്ഞേ, എന്തോന്നാ കുഞ്ഞിന്റെ പേര്? വിക്രാന്ത്. വിക്രാന്ത്. ആ എംബോക്ക് വായ തോന്നിയൊക്കെ എഴുതി വെച്ചാ എനിക്കങ്ങനെ ഓർമ്മ വരും. എടോ വികാസ്. വികാസ്. അടുത്ത ചോദിച്ചോളൂ, പറയാം. ആദ്യം ചെയ്ത തൊഴിൽ കപ്പലണ്ടി കച്ചവടം. അവിടെ നിന്ന് അങ്ങനെ അടിവെച്ച് ഉയരുകയായി. അങ്ങനെ അടിവെച്ച് പെട്ടെന്ന് അങ്ങനെ ഉയരണ്ട, ഓരോന്നായിട്ട് പറയണം. അത് ഞാൻ പറയാം. പറ്റത്തില്ല. അത് പറഞ്ഞോളാം. ഇതാ കണ്ടോ, ജീവിതത്തിലെ ഓരോ വഴിത്തിരിവും അടിവരയിട്ടാ ശങ്കുണ്ണി മുതലാളി എഴുതിയിരിക്കുന്നത്. അയാള് വരുമ്പോ ഞെട്ടിപ്പിക്കാൻ നമുക്ക് കിട്ടിയ കനകാവസരം താൻ പുറങ്കാലോണ്ട് തട്ടി എറിഞ്ഞാലുണ്ടല്ലോ എന്റെ വിധം മാറും. അയ്യോ, ശങ്കുണ്ണി മുതലാളി വരുന്നു. എവിടെ? ശ്രദ്ധിച്ചോണം, എന്നെ നാറ്റിക്കരുത്. ഏയ്, നാറ്റിക്കില്ല. ആകെ നാറിയിരിക്കല്ലേ, പിന്നെന്തോ. ആരാ മനസ്സിലായില്ലല്ലോ? ആത്മാവ് വന്നു. പ്രൊഫസറുടെ ആത്മാവ് പര്യടനം കഴിഞ്ഞ് വന്നു. ഓ, ആത്മാവും ഭൗതിക ശരീരം അകത്തുണ്ട്. വരൂ. ഓ, ഞാൻ ശങ്കുണ്ണിപ്പിള്ള ഒന്നിങ്ങോട്ട് പറയണ്ട. എല്ലാം ഒരു 3D ചലച്ചിത്രത്തിൽ എന്ന പോലെ മുന്നോട്ട് തള്ളി വരുന്നത് നാം കാണുന്നു. 3D പഴയ തൃക്കണ്ട് നമ്മുടെ പരമശിവന്റെ. പുരാണവും ശാസ്ത്രവും തമ്മിൽ സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുകയാണ് ഇവിടെ. കപ്പലണ്ടി കച്ചവടത്തിൽ തുടങ്ങിയ ത്യാഗസുരഫലമായ ജീവിതം 1969 ഫെബ്രുവരി 13 വിവാഹിതനായ ശങ്കുണ്ണിപ്പിള്ളയ്ക്ക് 1971 മെയ് 14 ഒരു ആൺകുഞ്ഞ് ജനിച്ചില്ലേ? ജനിച്ചു. ആ പൊന്നോമൽ കുഞ്ഞിനെ നിങ്ങൾ വിക്രാന്ത് എന്ന് പേരിട്ടില്ലേ? അല്ല, വികാസ്. കപ്പലണ്ടി കച്ചവടത്തിൽ നിന്നും തേങ്ങ കച്ചവടത്തേക്ക് ചാടിയ ശേഷം പാട്ടപ്പെടുത്തം പാവപ്പെട്ടവരെ പറ്റിച്ചും നിങ്ങൾ പണമുണ്ടാക്കിയില്ലേ? അത് ഏതോ മറ്റുള്ളവർ നിൽക്കുമ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? കുഴങ്ങില്ല. ഗമസ്തേഷി അകത്തേഷി അകത്തേക്ക് പോകാൻ. പിന്നീട് നിങ്ങൾ പഞ്ചായത്ത് റോഡുകൾ വെട്ടാൻ കോൺട്രാക്ട് എടുത്തു. സർക്കാരിനെയും തൊഴിലാളികളെയും പറ്റിച്ച് പിന്നെയും നിങ്ങൾ പണക്കാരനായി. പറ്റിച്ചതല്ല, വഞ്ചിച്ചതാണല്ലേ? ജീവിക്കാൻ അല്ല, വേണ്ടി. ഒന്നും പറയണ്ട. നിങ്ങൾ നാട്ടുപ്രമാണിയായി. കുതികാലപെട്ടും രാഷ്ട്രീയവും കച്ചവടം ചെയ്ത് നിങ്ങൾ സർക്കാരിന്റെ അണക്കെട്ട് വരെ പൊട്ടിച്ചു. നിങ്ങൾ വരളുകയായിരുന്നു, വളരുകയായിരുന്നു. ആ, ഹൗസിംഗ് ബോർഡിന് വേണ്ടി നിങ്ങൾ കെട്ടിക്കൊടുത്ത 7 നില കെട്ടിടങ്ങൾ തകർന്നു വീണതോടെ നിങ്ങളുടെ കണ്ടകശനി ആരംഭിക്കാൻ തുടങ്ങി. സിമന്റിന്റെ കുംഭകോണം കാരണമാണ് കെട്ടിടം തകർന്നത്. നിങ്ങൾ കോടതി കയറി, തല്ലുകൊണ്ടു. ഇപ്പോൾ ഈ കാണുന്ന ശരീരം മുഴുവൻ നീരാണല്ലേ? ആ, ഒടുവിൽ നിൽക്കക്കല്ലില്ലാതായപ്പോൾ നിങ്ങളുടെ കള്ളക്കളിക്കെല്ലാം കൂട്ടുനിന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കൂടെ നിങ്ങളുടെ ഭാര്യ ഒളിച്ചോടിപ്പോയി. പറയൂ, നിങ്ങൾക്ക് ഭാര്യ വേണോ അതോ ഗവൺമെന്റ് കോൺട്രാക്ടർ ആകണോ? എനിക്ക് ഭാര്യ വേണ്ട. വെരി ഗുഡ്.
രാമകൃഷ്ണപിള്ള ഭവനം. ആ ഞാനിപ്പോ വരാം. നീ എന്തായിരുന്നു നേരത്തെ? പിന്നെ ഒരുപാട് നാളായിട്ട് അമ്മ പറയുന്നുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കായിരുന്നു. എന്തോന്നാ അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊരു കാര്യം ചെയ്യണമെന്ന് നിർബന്ധിച്ചോണ്ടിരുന്നില്ലേ? ആ കുളിമുറിയിലെ തൊട്ടിയുടെ കാര്യം നീ അത് വാങ്ങിച്ചോണ്ട് വന്നോ? അതല്ല, പിന്നെ പിന്നെ തൊഴുത്തിൽ ഓല കെട്ടുന്ന കാര്യം ആകെ നാശമാക്കും. ഒരു ഡോക്ടർ അമ്മ ഇങ്ങനെ ഓലയുടെയും തൊട്ടിയുടെയും കാര്യം പറയാമോ? വല്ല ഫ്രിഡ്ജ് ചീത്തയായെന്നോ കുക്കിംഗ് റേഞ്ച് വർക്ക് ചെയ്യുന്നില്ലെന്നോ ഒക്കെ പറഞ്ഞാൽ പിന്നെ സഹിക്കാം. അതെങ്ങനാ? രാമകൃഷ്ണ പിള്ളയുടെ അമ്മയല്ലേ, ഇതല്ലേ പറയൂ. കിടന്ന് ഉരുളാതെ കാര്യം പറയടാ. അമ്മയെ കാണിക്കാൻ ഞാനൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആരാന്ന് ചോദിച്ചാൽ ഭാവി മരുമകളെന്ന് വേണേ പറയാം. അവസാനമെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. എവിടെ ഞാനെന്റെ മരുമോളൊന്ന് കാണാം. ഇങ്ങനെയല്ല, നല്ല മുണ്ടും നേരിയതൊക്കെ കൊടുത്ത് ഐശ്വര്യമായിട്ട് വാ. മരുമോൾ അമ്മായിയമ്മ കണ്ടെന്ന് ഇംപ്രസ് ആയിക്കോട്ടെ. അല്ലാതെ വെറുതെ രാമകൃഷ്ണനുള്ള കോംപ്ലക്സ് പുറത്തു കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ടാക്കരുത്. നാണിക്കണ്ട, പാട്ട് നന്നായിരുന്നു. അതുകൊണ്ടായിരിക്കും സാധനമൊക്കെ തട്ടി താഴെ ഇട്ടത്. എടാ ഞാൻ നിന്റെ അമ്മയാ. അയ്യോ സോറി, ഇതാണ് രാമകൃഷ്ണപിള്ളയുടെ അമ്മ. നമസ്കാരം. എല്ലാം ഇവൻ പറഞ്ഞു. അതെ. എന്നാലും ശാലിനി ഇത്ര മനോഹരമായി പാടും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഫാന്റാസ്റ്റിക്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജിതിൻ ലാൽ, മദൻ ലാൽ, രണ്ടും ഒരാൾ തന്നെ. വളരെ പ്രശസ്തനായ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ഞാൻ പരിചയപ്പെടുത്താം. ഒരുപക്ഷെ ശാലിനി ഒരു വലിയ പാട്ടുകാരി ആയേക്കും. ലെറ്റ് us try the luck. ഏതായാലും ഇന്ന് അതൊന്നും വേണ്ട. എന്റെ മോളെ ഞാനൊന്ന് കണ്ണു നിറയെ കണ്ടോട്ടെ. നമസ്കാരം സാർ. ഹലോ. എന്താ? ഇന്ന് വൈകുന്നേരം 8:30 റെക്കോർഡിംഗ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഏത് തിയേറ്റർ? മിനർവ തിയേറ്റർ. മിനർവയോ? ആരോട് വെച്ചിട്ട് ഫിക്സ് ചെയ്തു? വേറെ തിയേറ്റർ ഒന്നും കിട്ടിയില്ല സാർ. കിട്ടിയില്ലെങ്കിൽ റെക്കോർഡ് ചെയ്യണ്ട. ക്വാളിറ്റി ഇല്ലാതെ സോങ് എടുക്കാൻ ജിതിൻ ലാലിനെ കിട്ടില്ല. കൃഷ്ണദാസിന് പിന്നെ ഒഴിവുണ്ടാവില്ല അത്രേ. കൃഷ്ണദാസോ? അവനാര്? അവന്റെ സമയത്തിന് ജിതിൻ ലാലിനെ കിട്ടില്ല. ആ റെക്കോർഡിംഗ് മാറ്റി വെച്ചേക്ക്. പുതിയ പിള്ളേരെ കൊണ്ട് പാടിച്ച് പാട്ട് ഹിറ്റാക്കാൻ ജിതിൻ ലാലിനെ അറിയാം. അത് ഒന്നും പറയണ്ട. എന്തായി? ലിറിക്സ് ഒക്കെ എഴുതി കിട്ടിയോ? കിട്ടി സാർ. ഇദ്ദേഹമാണ് പാട്ട് എഴുതിയത്. ചെറുപ്പളശ്ശേരി കൃഷ്ണൻ നായർ. ഏത് നായരാലും കൊള്ളാം, എഴുതാനും കൊള്ളാം. ലൈൻസ് കൊള്ളില്ലെങ്കിൽ ഞാൻ ചവറ്റുകൊട്ടെ വലിച്ചത്. ഒന്ന് നോക്കണം സാർ. നോക്കാം, വരൂ. എന്നത്തേക്ക് കമ്പോസ് ചെയ്യാൻ സാർ? ഞാൻ ചെയ്യുന്നില്ല. ഇടിപ്പടത്തിന് ട്യൂൺ ചെയ്യാൻ, പാട്ട് ട്യൂൺ ചെയ്യാൻ ജിതിൻ ലാലിന്റെ ആവശ്യമില്ല സാർ. പ്ലീസ്. ഇപ്പൊ എന്റെ തലക്കകത്ത് മുഴുവൻ മ്യൂസിക് ആണ്. നമുക്ക് പിന്നീട് സംസാരിക്കാം. പ്ലീസ് പ്ലീസ് കം, പ്ലീസ് കം. യെസ്, ഇരിക്കൂ. ലിറിക്സ് എടുക്കൂ. ഭാര്യയ്ക്ക് വെടിയേറ്റു. ഭർത്താവ് പോലീസ് സ്റ്റേഷനിലേക്ക് പായുകയാണ്. അപ്പാ ശരി, അതല്ലേ സിറ്റുവേഷൻ? അതെ. ആ സിറ്റുവേഷനിലുള്ള ലിറിക്സ് എടുക്കും. പാവപങ്കില മഞ്ജീര സിഞ്ചിതം എങ്ങനെ എന്മനം താങ്ങും? എന്തോന്ന്? പാവപങ്കില മഞ്ജീര സിഞ്ചിതം എങ്ങനെ എന്മനം താങ്ങും? എന്താ അതിന്റെ അർത്ഥം? പാവത്താൽ പങ്കിലമായ ഈ മഞ്ജീര സിഞ്ചിതം. എന്തോന്നാ ഈ മഞ്ജീര സിഞ്ചിതം? മഞ്ജീരമായ സിഞ്ചിതം സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണത്. അതിന്റെ അർത്ഥം പറയടോ. നല്ല ഒന്ന് രണ്ട് വാക്ക് കിടക്കട്ടെ എന്ന് കരുതി. കൊണ്ടുപോകണ്ട, കാണട്ടെ. മഞ്ജീര സിഞ്ചിതം കൊള്ളാം. എവിടെ? ഇതൊക്കെ കവിതകളാണോ? അങ്ങോട്ട് കൊണ്ടുപോവാ.
അവന്റെ മഞ്ചിതം ഇനി താൻ കവിത എഴുതരുത്. കുറെ കവികൾ നടക്കുന്നു മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാൻ. എടോ, ഇതൊക്കെ ഒരു തരം ജന്മവാസനയാ. അതില്ലാത്തവൻ ഇങ്ങനെ ഓരോ ശിഞ്ചികവും കൊണ്ട് നടക്കും. മനസ്സിലായോ? പോയിക്കോളും, പോയിക്കോളും. റെക്കോർഡിങ് മഞ്ചീര ശിഞ്ചിതത്തിന് ഉപദ്രവമില്ലാത്ത വേറെ ഏതെങ്കിലും അലവരെ വിളിച്ചോണ്ട് വാ. ഞാൻ നോക്കാം. പ്ലീസ് പ്ലീസ് വാ. പ്ലീസ്. എന്റെ തലക്കകത്ത് മുഴുവൻ ഇപ്പൊ മ്യൂസിക് എടുത്ത് കളിക്കാൻ. എന്തോ നാടേ ഇത്? എന്താ പ്രശ്നം? അവന്മാര് നിന്നെ പറ്റി വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ. എന്താ കാര്യം? കവിശല്യം. കവിശല്യം കാരണം മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ മേലാതായിരിക്കുന്നു അളിയാ. എന്ത് അശരീരി ഗാനം, പാപ പങ്കിലമെന്നോ മഞ്ചീര ചിന്തോ എനിക്കൊന്നും അറിയാൻ മേല. ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിടടേ, രക്ഷപ്പെട്ട് പോട്ട്. അതെങ്ങനാ? വലിയ ആളായി കഴിയുമ്പം ദാ വന്ന വഴി മറക്കരുത് നീ. ഞാൻ വന്ന വഴിക്ക് എന്താ ഒരു കുഴപ്പം? ഓഹോ, ഇപ്പൊ അങ്ങനായോ? ദാ ഹിന്ദി സിനിമയെന്നും തമിഴ് സിനിമയെന്നും ഒക്കെ മോഷ്ടിച്ച ട്യൂൺ കൊണ്ടല്ലേടാ നീ ആളായത്. ഓടാവിടുന്ന്. ദാ ഞാൻ നിനക്ക് കൊണ്ടു തന്ന ഒരു പഞ്ചാബി പാട്ടിന്റെ കാസറ്റ് വെച്ചല്ലേടാ നീ വലിയ ഹിറ്റ് മേക്കർ ആയത്. ഒറിജിനൽ വേണ്ടാത്തവന് മായം ചേർത്ത് കൊടുക്കും. ഇപ്പൊ ജിതിൻലാൽ മോഷണം നിർത്തി. പാട്ടെഴുത്തുകാരും പാട്ടുകാരും ഒന്നും എനിക്കൊന്നൊരു പ്രശ്നമേ അല്ല. പിന്നെ എന്തോന്നാ നിനക്ക് പ്രശ്നം? കഴിവുണ്ടോ? ഞാൻ പ്രോത്സാഹിപ്പിക്കും. ആഹാ, അത്രത്തോളം ചങ്കൂറ്റമായോ നിനക്ക്? നീ പുറത്തിറങ്ങി നാലാളോട് ചോദിച്ചു നോക്ക്, അപ്പൊ അറിയാം. കഴിവുള്ള ഒരെണ്ണത്തിനെ കൊണ്ടുവന്ന നീ ചാൻസ് കൊടുക്കൂ? കഴിവുണ്ടേ കൊടുക്കും. കഴിവൊക്കെ ഉണ്ട്. മനുഷ്യന്റെ ശരീരം അറുത്ത് മുറിക്കുന്ന നീയൊക്കെ സംഗീതത്തെ വിലയിരുത്താറായടേ. ആരാ പാർട്ടി? പാർട്ടിയെ ഞാൻ കൊണ്ടുവരാം, പക്ഷേ കൊണ്ടുവരുമ്പോ വാക്ക് മാറില്ല. നീ കൊണ്ടുവാടേ, പക്ഷെ കഴിവുണ്ടായിരിക്കണം. എന്നാ പിന്നെ സാറിന്റെ സമയം കൂടുതൽ കളയുന്നില്ല. നാളെ രാവിലെ പാർട്ടിയായിട്ട് ഇവിടെ എത്തും. കൊണ്ടുവാ. ഇതൊക്കെ മോഷ്ടിക്കാൻ വെച്ചിരിക്കുന്ന ട്യൂണാണേ. കള്ള